ഹലോ എവരി വൺ. ഒരു ബൗളിൽ നിറച്ച് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും പൊട്ടാഷ്യവും അയണും സിങ്കും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചൊരു സലാഡായിട്ട് കഴിച്ചാൽ അതും വളരെ ടേസ്റ്റിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയാൽ ഭയങ്കര നല്ലതല്ലേ. ഇനി നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു പിഞ്ഞാഴം ചോറ് ഈ ഒരു സലാഡ് കഴിച്ചാൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്രയ്ക്ക് അടിവയറ്റിൽ നല്ല കട്ടിക്ക് കിടന്നോളും. സൂപ്പർ സലാഡാണ്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു കഥ സൊല്ലട്ടുമാ. ഈ കാണുന്നത് എൻ്റെ കിച്ചൻ്റെ ഒരു കോർണറിലുള്ള ഓപ്പൺ ഷെൽഫാണ്. നിങ്ങൾക്ക് കാണാം നിറയെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇവിടെ മാത്രമല്ല, എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാനിങ്ങനെ നിറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കിച്ചണിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എത്ര ടയറി ആയിട്ടാണ് കയറുന്നതെങ്കിലും ഭയങ്കര പോസിറ്റിവിറ്റി എനിക്ക് പേഴ്സണലി തരാറുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പോസിറ്റിവിറ്റി ഭയങ്കര വലുതാണ്. ആൻഡ് അതിൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മൈക്രോ ഗ്രീൻസ്. ഈ ബാച്ച് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് പയറിൻ്റെയാണ്. യൂഷ്വലി ഞാൻ പയർ പെട്ടെന്ന് കിളിക്കാറുണ്ട് കേട്ടോ. ഇതൊരു 3 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തതിന് ശേഷമുള്ള മൈക്രോ ഗ്രീൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ട് അടുത്ത സെറ്റ് ഞാൻ വീണ്ടും റെഡിയാക്കി വെക്കും. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് സലാഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. മൈക്രോ ഗ്രീൻസ് ഇങ്ങനെ മുളപ്പിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻ കേസ് അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് മതി, ഞാൻ വീഡിയോ ഇട്ട് തരാം. ഇനി നമുക്ക് സലാഡിലേക്ക് പോകാം. വേണ്ടുന്ന സാധനങ്ങൾ സവാള, ബ്രൊക്കോളിയാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ 2-3 മിനിറ്റ് കുക്ക് ചെയ്ത് ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടുന്ന മുട്ട, ഒബ്വിയസ്ലി നമ്മുടെ മൈക്രോ ഗ്രീൻ. ഇത്രയാണ് വേണ്ടുന്നത്. ഒലിവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചൂടാവുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നന്നായിട്ട് കുത്തി വെച്ചിരിക്കുന്ന 4-5 അള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇതിന് പാകത്തിന് ഇതിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സോട്ട് ചെയ്യാനായിട്ട്. ഒത്തിരി ഒന്നും കുക്കാവേണ്ട കാര്യമില്ല, കാരണം സലാഡാണ്. ഇതിന് ശേഷം നമ്മൾ ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വേവിക്കുക. ബ്രൊക്കോളിയുടെ തണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വേവിക്കുന്നത്. പിന്നെ അതിലേക്ക് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതൊട്ടും കളയരുത്. തിരിച്ച് ബ്രൊക്കോളിയിലേക്ക് തന്നെ ഒഴിക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുരുമുളകാണ്. അവരവരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുരുമുളക്. ഉപ്പുണ്ടാകും നോക്കിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മധ്യത്തൊരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പും പെപ്പറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും പെപ്പറും മിക്സ് ആവുകയും ചെയ്യും. മുട്ടയുടെ യോക്കൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. അതിനുശേഷം മുട്ട നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വേവിക്കാം. അതവിടെ വേവുന്ന സമയത്തിന് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന പാർട്ടാണിത്. നമുക്ക് നമ്മുടെ മൈക്രോ ഗ്രീൻസിൻ്റെ കൊയ്ത്താണ് നടക്കുന്നത്. കൊയ്തെടുത്ത മൈക്രോ ഗ്രീൻസ് ഒന്ന് കഴുകണം കേട്ടോ. നമ്മൾ ഇൻഡോർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുഞ്ഞു പീസാക്കിയിട്ടിട്ട് വെന്ത മുട്ടയുടെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലും നല്ല ഉപ്പും കുരുമുളകും ഒക്കെ ഒന്ന് മിക്സായി കിട്ടും. ആൻഡ് ഫൈനലി ഇത് ഭയങ്കര ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞെടുത്ത്, നാരങ്ങ മതി, പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഭയങ്കര ഗുണമുള്ളൊരു സാധനമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ടേക്ക് കെയർ, ബൈ.